ഹലോ, എനിക്കിന്ന് ഇച്ചിരി മത്തങ്ങ അവിടെ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് ഞാൻ തോരൻ വയ്ക്കുന്നതെന്ന് കാണിച്ചു തരാം. നിങ്ങളൊക്കെ തോരൻ വെച്ച് കൂട്ടിട്ടുണ്ടോ? സാധാരണ ഇത് കറിയാണ് വയ്ക്കാറുള്ളത്. ഞാനിവിടെ തോരൻ വയ്ക്കാറുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. മത്തങ്ങ അരിഞ്ഞെടുത്തു. അപ്പം അരിഞ്ഞ മത്തങ്ങ സ്റ്റൗ കത്തിച്ച് ചട്ടിക്കത്താക്കി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. വേകാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. മത്തങ്ങ അവിടെ നിന്ന് വേകട്ടെ, നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയുടെ മൂടി തുറന്ന് നോക്കാം, വെന്തോ നോക്കാം. നമുക്കൊന്ന് അത് വേവായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കുടഞ്ഞു വയ്ക്കാം. ഒന്നും കൂടി അടച്ച് വയ്ക്കാം, നന്നായി വേകട്ടെ. മത്തങ്ങത്തോരൻ ഞാൻ അരപ്പിനാണ് എടുത്തേക്കുന്നത്. ഒരു ബോൾ തേങ്ങ ചിരകിയതും ഒരു 5 വെളുത്തുള്ളി, ചുമന്ന മുളക് പൊടി എടുത്തേക്കുന്നത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഒതുക്കിയെടുക്കാം. ഞാൻ അരപ്പിൻ്റെ അതെല്ലാം ഒരു മിക്സിയുടെ ജാറിട്ടൊന്ന് ഒതുക്കിയെടുത്ത്. മുളക് പൊടിയൊക്കെ അവനവൻ്റെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കാമേ. അപ്പം നമ്മുടെ മത്തങ്ങാത്ത നോക്കാം, തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി വന്നിട്ട് നമുക്കിനി അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊന്ന് വേകാൻ വേണ്ടി ഒന്നുകൂടെ അടച്ചുവെച്ചെടുക്കാം. 2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പം മൂടി തുറന്നു. നമ്മുടെ മത്തങ്ങ നന്ന ഇളക്കി വെക്കാം. ഇനി നമുക്കൊന്ന് താളിക്കാം. ഇനി താളിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ മത്തങ്ങാത്തോരൻ താളിക്കാനായിട്ട് പാനെടുത്ത് ചൂടായി. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്ന് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂടുതൽ ശകലം ഉലുവായി ഇട്ട് കൊടുക്കാം. ഇനി ഒരു മുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട കരിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ മത്തങ്ങാത്തോരൻ ഞാൻ തേങ്ങ വറുത്തിയെടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചെറിയൊരു ഒരു ബോൾ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര വേണം ചേർത്തിട്ട് തേങ്ങ വറുത്തിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരു ബോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന വരെ നമുക്ക് ഇതിങ്ങനെ പാനിനകത്തിട്ട് വറുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ തേങ്ങ വറക്കാനത് മൂത്ത് വരുന്നത് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഇങ്ങനെ മൂപ്പിക്കൊണ്ടിരിക്കണേ. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് മൂപ്പിക്കാം. അപ്പം തേങ്ങ വറുത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്കിനിയാണ് നമ്മുടെ തോരൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ മത്തങ്ങാത്തോരൻ ഇവിടെ റെഡിയായി. നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മത്തങ്ങ തോരൻ ഇവിടെ റെഡിയായി. നിങ്ങളൊക്കെ ഇങ്ങനെ മത്തങ്ങ തോരൻ വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അത് വെച്ച് കൂട്ടി നോക്കണം, നല്ല ടേസ്റ്റിയാണ്.